ആ രമേശ് ഏട്ടാ, പൈസ ശരിയായില്ല രമേശ് ഏട്ടാ. ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കാം. വഴക്ക് പറയല്ലേ, ഞാൻ എത്തിക്കാം എത്തിക്കാം. ശരി ശരി. അതെ ഓ പാപ്പാ, വെക്കേഷൻ ആയില്ലേ, ഞങ്ങൾ എങ്കിലും കൊണ്ടുപോയില്ലല്ലോ. എല്ലാവരും ടൂർ പോയി, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ. ഞങ്ങൾ മാത്രം എങ്കിലും പോയിട്ടില്ല. നമുക്ക് എങ്ങനെങ്കിലും പോകാം. പാപ്പച്ചിയുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല മക്കളെ. പാപ്പച്ചി ആകെ ബുദ്ധിമുട്ടിലാണ്. പിന്നീട് ഒരു അവസരത്തിൽ കൊണ്ടുപോകാം കേട്ടോ. പാപ്പച്ചി ഒന്ന് റോഡിൽ പോയിട്ട് വരേ. മക്കളെ, അതാ വാപ്പ എവിടെ? വാപ്പ റോട്ടിൽ പോയി. എന്താ പണിക്കണ? വെക്കേഷൻ ആയില്ലേ, എങ്ങടെങ്കിലും കൊണ്ടുപോവാ വാപ്പ പറഞ്ഞു. അപ്പൊ വാപ്പ പൈസ ഇല്ല, പിന്നെ പോകാന്ന് പറഞ്ഞു. എന്താ വാപ്പ ഇങ്ങനെ? ഞങ്ങക്ക് ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല ജീവിതത്തില്. എല്ലാവരും എങ്ങടെങ്കിലും പോണ്ട്, നന്നായി സന്തോഷിക്കുന്നു. ഞങ്ങക്ക് മാത്രം ഒന്നുമില്ല. എന്തിനാ ഞങ്ങക്ക് ഇങ്ങനെ ഒരു വാപ്പ? കുഞ്ഞോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലടാ. നമ്മുടെ വാപ്പച്ചിന്റെ വിഷമം നമ്മളല്ലേ മനസ്സിലാക്കുന്നത്. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അറിഞ്ഞു വേണ്ട നമ്മൾ വളരാൻ. വാപ്പ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളെയൊക്കെ നോക്കുന്നത്. വാപ്പാന്റെ ഒരാളുടെ വരുമാനത്തിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റാണ്ട് വാപ്പ വിഷമിക്കാൻ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വാപ്പ വേണ്ട എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ പോയി നോക്കി എത്ര പേരാണ് അച്ഛനില്ലാന്ന് പറയുന്നത്. അവരോടൊന്ന് ചോദിച്ചു നോക്കണം, അച്ഛനില്ലാണ്ട് വളരുന്നതിന്റെ വിഷമം. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ വളരുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് നഷ്ടപ്പെട്ട മക്കളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു അച്ഛനോ അമ്മയോ ആവുന്നു. അപ്പൊ മാത്രമേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇനി പാപ്പച്ചനോട് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഒരിക്കലും പറയില്ല. കോട്ടക്കാരൻ കരയണ്ട.